എല്ലാവർക്കും നമസ്കാരം. വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മേട്ടിപ്പാടം കിണർ സ്റ്റോപ്പിന് സമീപമാണ്. ഇന്ന് പുലർച്ചെ 1 മണിയോട് കൂടിയിട്ട് ഇവിടെ ഒരു അപകടമുണ്ടായി. 2 വാഹനങ്ങൾ, ഒരു ബൊലേറോ പിക്കപ്പ് വാഹനം, കുഞ്ഞുങ്ങളെയും കോഴീനെയൊക്കെ കയറ്റിക്കൊണ്ടുവന്ന വാഹനമാണ്. ഈ വാഹനവും അതുപോലെ തന്നെ വെള്ളിക്കുളങ്ങര കോർമല അടുത്ത് ആരാമ്പറമ്പിൽ രാജു മകൻ രഞ്ജിത്ത് 22 വയസ്സെന്ന ആൾ, അദ്ദേഹത്തിന് ഇവിടെ ഷോപ്പുണ്ട്, ചാലക്കുടിയിൽ വെൽഡിങ്ങിൻ്റെ ഷോപ്പ്. ആ ഷോപ്പിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഈ 2 വണ്ടികളും അവിടെ നിന്ന് വരായിരുന്നു. ഈ ബൊലേറോ പിക്കപ്പ് വാഹനം ഏകദേശം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വണ്ടി ഈ റൈറ്റ് സൈഡിലേക്ക് വണ്ടി എടുത്തു, ബാക്ക് വെച്ചു. ഈ ബാക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ഇരുചക്രവാഹനം, ഈ രഞ്ജിത്ത് ഓടിച്ചിരുന്ന ഇരുചക്രവാഹനം വന്ന് ഇത് മിടിച്ചു. തൽക്ഷണത്തിൽ തന്നെ മരണപ്പെടുകയാണ് ഉണ്ടായതെന്നാണ് അറിയാൻ സാധിച്ചത്. രഞ്ജിത്തിൻ്റെ മൃതദേഹം താലൂക്ക് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു വരുന്നു. അനുദിനം ഇപ്പോൾ ഈ അപകടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വാഹനാപകടങ്ങൾ റോഡിലെന്നും ഓരോ മനുഷ്യരുടെയും ജീവൻ പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഓടിക്കുന്ന വാഹനങ്ങൾ വളരെ അശ്രദ്ധമായും മറ്റു രീതിയിലൊക്കെ എടുക്കുമ്പോൾ നമുക്ക് മാത്രമല്ല അപകടം വരുന്നത്, മറ്റുള്ളവരെയും ദുരന്തത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള സ്ഥിതിവിശേഷമാണ് ഉളവാക്കുന്നത്. ഇന്ന് പുലർച്ചെ നടന്ന ഈ മരണത്തിൽ 22 വയസ്സുള്ള രഞ്ജിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ജീവനാണ് പൊലിഞ്ഞത്. തീർച്ചയായിട്ടും ഇത് അപകടകരമായിട്ടുള്ളൊരു ഡ്രൈവിംഗ് കൊണ്ട് തന്നെയായിരിക്കാം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. പല സമയങ്ങളും നമ്മൾ ഈ റോഡിലൂടെ പോകുമ്പോൾ ഇൻഡിക്കേറ്റർ ലൈറ്റ് പോലും ഇടാതെ നമ്മൾ റൈറ്റിലേക്കും ലെഫ്റ്റിലോട്ടൊക്കെ വാഹനം എടുക്കും. പക്ഷേ നമ്മുടെ പിറകിൽ മനുഷ്യജീവനുകൾ വരുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകുന്നു. എന്തായാലും വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് ഇന്ന് പുലർച്ചെ 1 മണിക്ക് ഈ കിണർ സ്റ്റോപ്പിന് സമീപം നടന്നത്. രഞ്ജിത്തിൻ്റെ അകാല മരണത്തിൽ ആദരാഞ്ജലികൾ നേരുന്നു.